ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ ചില്ലീസ് ഫുഡ്. ഇന്ന് നമ്മൾ ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് കപ്പ കൊണ്ട് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പ കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും, പക്ഷേ കേക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കി നോക്കുക, വളരെ ഈസിയാണ്, പക്ഷേ ഒരുപാട് ടേസ്റ്റാണ്. വെറുതെ പറയാല്ലാട്ടോ, 100% ഉറപ്പ് അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ചെയ്ത് നോക്കും. നമ്മളിവിടെ 1 കിലോ കപ്പ നന്നായി കഴുകി പച്ചക്ക് ഗ്രേറ്റർ ഉപയോഗിച്ച് ചിരകി എടുക്കുന്നുണ്ട്. ഈ കേക്ക് ഉണ്ടാക്കാൻ വളരെ ഈസി ആട്ടോ. ഓവനൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് അറിയോ? തേങ്ങയാണ്. തേങ്ങ അതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ചിരകി വെച്ച കപ്പയിലോട്ട് ഈ തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ കാണിക്കാൻ മറന്നു, തേങ്ങയോടൊപ്പം 1-2 ഏലക്കയും കൂടി ഇട്ട് പൊടിക്കണം കേട്ടോ. എന്നിട്ട് ഇതാ 2 ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/4 ഗ്ലാസ് റവയും കൂടി ആഡ് ചെയ്തിട്ട് നെയ്യ് വേണം കേട്ടോ. 3-4 സ്പൂണ് നെയ്യ് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാനലിലൂടെ വളരെ ഈസി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലുള്ള കുറച്ച് റെസിപ്പീസ് ചെയ്തു വരുന്നുണ്ട്. കണ്ടു നോക്കൂ, നല്ല റെസിപ്പീസാണ്. ഗ്രീൻ ചില്ലീസ് ഫുഡ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. പിന്നെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് മടിക്കാതെ ലൈക്ക് ചെയ്യൂ. പിന്നെ വെറുതെ പറയല്ല, അടിപൊളി രുചിയാണ്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഉണ്ടാക്കാൻ പറയൂ, കഴിച്ച് നോക്കൂ, എൻജോയ് ചെയ്യൂ. ഇതാ ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ നല്ല നെയ്യൊക്കെ തേച്ച് തേങ്ങാ കഷ്ണങ്ങൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അലുമിനിയം പാത്രമാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീൽ പാത്രമാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. നമ്മൾ കുഴച്ച് വെച്ച ആ മിക്സ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഓവനില്ലാതെ പല രീതിയിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ദോശക്കല്ല് അടുപ്പത്ത് ചൂടാക്കി വെച്ചിട്ട് നമ്മൾ ആ കേക്കിൻ്റെ ഫില്ല് നിറച്ചിട്ടില്ലേ, ആ പാത്രം അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു പ്ലേറ്റ് ഇട്ട് മൂടി വെച്ചിട്ട് ഇനി ഇതിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് വെച്ച് കൊടുക്കണം. നമ്മളിവിടെ വെള്ളം നിറച്ച ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 40-45 മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ സ്റ്റവ് കത്തിച്ച് വെച്ച് നോക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി കേക്ക് റെഡി. എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. അത് കഴിച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മടിക്കാതെ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.